ഹലോ, അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചൂരമീൻ മുളകിട്ടത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. മീൻ കറി വയ്ക്കുന്ന സമയത്ത് ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത്, പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ചട്ടിയിൽ നിന്നും ഇത് മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. വഴറ്റിയ ഉള്ളിയൊക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതേ ചട്ടിയിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് വഴന്നു വരുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും തക്കാളിയും ഒക്കെ ഇല്ലേ, അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചെറിയ ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ച മണം മാറുന്നതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ചട്ടി നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള സവാളയുടെയും തക്കാളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ പേസ്റ്റ് കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ സവാളയൊക്കെ അരച്ചെടുത്തിട്ടുള്ള ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. പിന്നീട് മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറി നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് കറി നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറ് നല്ലതുപോലെ കുറുകി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി തണുത്ത് കഴിയുന്ന സമയത്ത് ചാറ് ഒന്നുകൂടി കുറുകും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് അല്പം ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചൂരമീൻ മുളകിട്ടത് ഇവിടെ തയ്യാറായി. ഇരിക്കും തോറും ഈ കറിയുടെ ടേസ്റ്റ് ഒന്നിനൊന്നിന് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.